ശ്രമിക്കുന്നതിലും അവസരം നൽകുന്നതിലും നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല. അത് ഒരു ഗുണവും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പഠിക്കും. നിങ്ങളുടെ ജോലി കണ്ടെത്തുകയും തുടർന്ന് പൂർണ്ണ ഹൃദയത്തോടെ അതിനെ സ്വയം നൽകുകയും ചെയ്യുക എന്നതാണ്. ഒരു മലമുകളിലെത്താൻ ഒന്നിലധികം പാതകൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മറ്റാരും ഇല്ലാതിരുന്ന സമയത്ത് നിങ്ങൾക്കായി ആരൊക്കെ ഉണ്ടായിരുന്നുവെന്ന് എപ്പോഴും ഓർക്കുക. ഒന്നും ആഗ്രഹിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്യാത്ത സ്ത്രീകൾ പൊതുവെ നിഷ്കളങ്കരും മൃദുലഹൃദയമുള്ളവരും ആയിരിക്കും. ഈ ലോകത്ത് ആരെയും അധികം ആശ്രയിക്കരുത്. കാരണം ഇരുട്ടിൽ സ്വന്തം നിഴൽ പോലും നിങ്ങളിൽ നിന്ന് അകലും. കഴിഞ്ഞുപോയ ദിനങ്ങൾ എല്ലാം നല്ലതിനായിരുന്നു എന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, കൈവിട്ടു പോയതൊക്കെ നഷ്ടങ്ങൾ ആയിരുന്നു എന്ന് ചിന്തിക്കാതെ ജീവിക്കാൻ കഴിയുമെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതം. നിങ്ങളിലെ ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സഹായിക്കുകയും നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബലഹീനതയാണ്. ബന്ധങ്ങൾ എന്നും നിലനിൽക്കുമെന്ന് നിങ്ങൾ കരുതുന്നു. എന്നാൽ വാസ്തവത്തിൽ മറ്റെല്ലാ കാര്യങ്ങളും പോലെ തന്നെ നമ്മൾ അതിനായി പ്രവർത്തിക്കുന്നിടത്തോളം മാത്രമാണ് അത് നിലനിൽക്കുന്നത്. സമയം കൃത്യമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആർക്കും സമയം ആവശ്യം പോലെ ഉണ്ടാകും. സുഹൃത്തുക്കൾ വളരെ സഹായകരമാണ്. കാരണം അവർ നമ്മളെ ശ്രദ്ധിക്കുമെന്നതിനാൽ മാത്രമല്ല, അവർ നമ്മളെ നോക്കി ചിരിക്കുന്നു. അവരിലൂടെ നാം അല്പം വസ്തുനിഷ്ഠതയും അല്പം എളിമയും മര്യാദയും ഒക്കെ പഠിക്കുന്നു. നമ്മൾ ജീവിത നിയമങ്ങൾ പഠിക്കുകയും ജീവിതത്തിലെ മികച്ച അഭ്യാസിയായി മാറുകയും ചെയ്യുന്നു. ഒന്നിനു വേണ്ടിയും കാത്തിരിക്കരുത്. മികച്ച ഒരു സമയം നിങ്ങൾ തന്നെയാണ് നിർമ്മിക്കേണ്ടത്. മൃദുലമായ ഹൃദയമുള്ള ഒരാളെ വേദനിപ്പിക്കരുത്. കാരണം അമിതമായ ചിന്തകൾ കാരണം അവർക്ക് രാത്രി ഉറങ്ങാൻ കഴിയില്ല. കാലതാമസം വരുത്തിയ പൂർണ്ണതയേക്കാൾ മികച്ചതാണ് തുടർച്ചയായ മെച്ചപ്പെടുത്തൽ. അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവൻ ഏറെയുണ്ടാകും, മനസ്സിലാക്കിയവർ അപൂർവവും. ശ്രമിക്കുന്നതിലും അവസരം നൽകുന്നതിലും നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല. അത് ഒരു ഗുണവും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പഠിക്കും. നിങ്ങളുടെ ജോലി കണ്ടെത്തുകയും തുടർന്ന് പൂർണ്ണ ഹൃദയത്തോടെ അതിനെ സ്വയം നൽകുകയും ചെയ്യുക. ഒരു മലമുകളിൽ എത്താൻ ഒന്നിലധികം പാതകൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിശബ്ദതയേക്കാൾ മനോഹരമായ കാര്യമാണ് നിങ്ങൾ പറയാൻ പോകുന്നതെങ്കിൽ മാത്രം വായ തുറക്കുക. ചിലപ്പോഴൊക്കെ വിഡ്ഢികളെപ്പോലെ ആവുന്നത് നല്ലതാണ്. എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാക്കാത്ത പോലെ സ്വയം നടിക്കണം. ചില ബന്ധങ്ങൾ നിലനിർത്താൻ അതാണ് നല്ലത്. ഒരു മനുഷ്യനെ അവൻ്റെ ഉത്തരങ്ങളേക്കാൾ അവൻ്റെ ചോദ്യങ്ങളിലൂടെ വിലയിരുത്തുക. പഠനങ്ങൾ പറയുന്നത് കരച്ചിൽ നിങ്ങളുടെ വിഷാദവും സങ്കടവും കുറയ്ക്കുകയും നിങ്ങളുടെ മനസ്സിനെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് കരച്ചിലിനെ ഒരിക്കലും പിടിച്ചു നിർത്തരുത്. നിങ്ങളുടെ സന്തോഷം ഒരിക്കലും മറ്റുള്ളവരിൽ അന്വേഷിക്കരുത്. അത് നിങ്ങളെ ഏകാന്തമാക്കും. അത് നിങ്ങളിൽ തന്നെ അന്വേഷിക്കുക. നിങ്ങൾ തനിച്ചായിരിക്കുമ്പോഴും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. നിങ്ങൾക്ക് ശരിക്കും സ്നേഹിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം എങ്ങനെ ക്ഷമിക്കണം എന്ന് പഠിക്കണം. പുകഴ്ത്തുന്നവന് സുഹൃത്തുക്കളെ ലഭിക്കുന്നു, സത്യം പറയുന്നവന് എതിരാളികളിലെത്തിക്കുന്നു. നിങ്ങളുടെ സന്തോഷം ഒരിക്കലും മറ്റുള്ളവരിൽ അന്വേഷിക്കരുത്. അത് നിങ്ങളെ ഏകാന്തമാക്കും. അത് നിങ്ങളിൽ തന്നെ അന്വേഷിക്കുക. നിങ്ങൾ തനിച്ചായിരിക്കുമ്പോഴും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. നമുക്ക് വേണ്ടി മറ്റൊരാൾ കണ്ടെത്തുന്ന സമയമാണ് നമുക്ക് അയാൾ കൽപ്പിക്കുന്ന മൂല്യം. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ ഒരു നിയമത്തെ മാനിക്കണം. ഒരിക്കലും നിങ്ങളോട് തന്നെ കള്ളം പറയരുത്. പലപ്പോഴും തനിക്ക് ആകർഷണം തോന്നുന്ന പെൺകുട്ടികളുടെ പുരുഷന്മാർ കൂടുതൽ സൗമ്യമായും എളിമയോടെയും പെരുമാറുന്നു. എന്നാൽ പഠനങ്ങൾ അനുസരിച്ച് അങ്ങനെ പെരുമാറുന്ന പുരുഷന്മാരെ പെൺകുട്ടികൾ തന്നെ സൗഹൃദ മേഖലയിലേക്കാണ് പരിഗണിക്കുന്നത്. ഒരു യഥാർത്ഥ പുരുഷന് ഒരു സ്ത്രീയെ എങ്ങും തൊടാതെ തന്നെ പ്രണയിക്കാൻ കഴിയും, അവളുടെ ഹൃദയത്തെ മാത്രം സ്പർശിച്ച്. ഒരു സ്ത്രീ ഇടയ്ക്കിടെ നിങ്ങളുടെ ചുണ്ടുകളിലേക്ക് നോക്കിയാൽ അതിനർത്ഥം അവൾ നിങ്ങളെ 100% സ്നേഹിക്കുന്നു എന്നാണ്. നമുക്ക് നല്ല ജീവിതമോ ചീത്ത ജീവിതമോ നൽകിയിട്ടില്ല. നമുക്ക് ഒരു ജീവിതം നൽകിയിട്ടുണ്ട്. അത് നല്ലതോ ചീത്തയോ ആക്കേണ്ടത് നമ്മളാണ്. ഒറ്റയ്ക്ക് നിൽക്കുക എന്നതിനർത്ഥം നിങ്ങൾ തനിച്ചാണെന്നല്ല.
അതിനർത്ഥം കാര്യങ്ങൾ സ്വയം കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ശക്തനാണെന്നാണ്. നിശ്ശബ്ദതയേക്കാൾ മനോഹരമായ കാര്യമാണ് നിങ്ങൾ പറയാൻ പോകുന്നതെങ്കിൽ മാത്രം വായ തുറക്കുക. ചിലപ്പോഴൊക്കെ വിഡ്ഢികളെപ്പോലെ ആവുന്നത് നല്ലതാണ്. എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാകാത്ത പോലെ സ്വയം നടിക്കണം. ചില ബന്ധങ്ങൾ നിലനിർത്താൻ അതാണ് നല്ലത്. ചീത്ത സുഹൃത്തുക്കൾ നിങ്ങളെ നല്ല സുഹൃത്തുക്കളിൽ നിന്ന് തടയുന്നു. പ്രതിസന്ധിയിൽ നമ്മുടെ കൂടെ നിൽക്കാത്തവരെ നമ്മുടെ വിജയത്തിൽ കൂടെ കൂട്ടരുത്. നിങ്ങളുടെ സ്വഭാവത്തിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതിലൂടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ പാത കൂടുതൽ ദുഷ്കരമാകുന്തോറും നിങ്ങളുടെ വിജയത്തിൻ്റെ തോത് ഉയർന്നുകൊണ്ടിരിക്കും. നിഷ്കളങ്കരും സത്യസന്ധരും ആണ് സത്യങ്ങൾ നേരിട്ട് തുറന്നു പറയുന്നത്. പക്ഷേ സത്യങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെയുള്ളവർ ശത്രുക്കളാണ്. നിങ്ങൾ ആരെയെങ്കിലും സംശയമില്ലാതെ വിശ്വസിക്കുമ്പോൾ രണ്ട് ഫലങ്ങളിൽ ഒന്ന് തീർച്ചയായും ലഭിക്കും. ഒന്നുകിൽ ജീവിതകാലത്തേക്ക് ഒരു സുഹൃത്തിനെ, അല്ലെങ്കിൽ ജീവിതത്തിൽ അറിയാത്ത ഒരു പാഠം കൂടി. നിങ്ങൾക്ക് ആത്മാർത്ഥമായി എന്തെങ്കിലും വേണമെങ്കിൽ അതിനായി കാത്തിരിക്കരുത്. അക്ഷമനായിരിക്കാൻ സ്വയം പഠിപ്പിക്കുക. മറ്റൊരാൾക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാനും അസന്തുഷ്ടനാക്കാനും കഴിയുമെന്ന് ചിന്തിക്കുന്നത് പരിഹാസ്യമാണ്. വിജയികളുടെ കഥകൾ വായിക്കരുത്. അതിൽ നിന്നും നിങ്ങൾക്ക് സന്ദേശം മാത്രമേ ലഭിക്കുകയുള്ളൂ. പരാജിതരുടെ കഥകൾ വായിക്കുക. നിങ്ങൾക്ക് വിജയിക്കുവാനുള്ള പ്രചോദനം ലഭിക്കും. ജീവിതം ഒരു അവസരമാണ്, അതിൽ നിന്ന് പ്രയോജനം നേടുക. ജീവിതം സുന്ദരമാണ്, അത് ആസ്വദിക്കുക. ജീവിതം ഒരു സ്വപ്നമാണ്, അത് സാക്ഷാത്കരിക്കുക. നമുക്ക് വേണ്ടി മറ്റൊരാൾ കണ്ടെത്തുന്ന സമയമാണ് നമുക്ക് അയാൾ കൽപ്പിക്കുന്ന മൂല്യം. പരസ്പരം കേൾക്കാനുള്ള സമയവും പരിഗണിക്കാനുള്ള ക്ഷമയും ഉണ്ടാകുമ്പോൾ ആണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. ഉയർന്ന ബുദ്ധിശക്തിയുള്ള ആളുകൾക്ക് സമ്മർദ്ദത്തെ ചെറുക്കുക എന്നത് പലപ്പോഴും എളുപ്പമായിരിക്കും. ബുദ്ധിയുള്ള ആളുകൾക്ക് തങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിൽ താൽപര്യം നന്നേ കുറവാണ്. നമ്മുടെ എല്ലാ ന്യൂനതകളും കണ്ടുപിടിച്ച് നമ്മളോട് പറയുകയും അന്യരുടെ മുന്നിൽ മറച്ചു വെക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. ചേർന്ന് നിൽക്കാൻ ആളുണ്ടായിട്ട് കാര്യമില്ല, ചേർന്ന് പോകുന്ന മനസ്സ് വേണം. അല്ലെങ്കിൽ എത്ര നടന്നാലും ഒറ്റയ്ക്ക് നടന്നതുപോലെ ആകും. അനുഭവത്തേക്കാൾ വലിയൊരു പാഠവും ജീവിതത്തേക്കാൾ വലിയൊരു വിദ്യാലയവും ഈ ഭൂമിയിൽ മറ്റൊന്നില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ മതിയാവോളം സ്നേഹിക്കുക. മറ്റൊരാൾക്ക് മുന്നിലും നിങ്ങളുടെ മൂല്യം ഇടിയാൻ അവസരം നൽകരുത്. ഒരു സ്ത്രീ നിങ്ങളോട് എപ്പോഴും അവർ നിങ്ങളെ വെറുക്കുന്നു എന്നല്ല, മറിച്ച് നിങ്ങളെ ഏറ്റവും മികച്ചതാക്കാൻ പരിശ്രമിക്കുന്നു. അവർ ഒരിക്കലും നിങ്ങളെ വിട്ടു പോവുകയുമില്ല. അഹംഭാവത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തി സ്വന്തം തെറ്റുകളോ മറ്റുള്ളവരുടെ നന്മകളോ കാണുന്നില്ല. എത്ര നേരം ഉറങ്ങിയാലും അലാറത്തിന് ശേഷമുള്ള ഉറക്കമാണ് ശരിയായ ഉറക്കം. ലക്ഷ്യമില്ലാതെ തൊടുക്കുന്ന അമ്പു പോലെയാണ് ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ. ആയുധം കൊണ്ട് മുറിയുന്നത് ശരീരമാണെങ്കിൽ വാക്കുകൾ കൊണ്ട് കീറി മുറിയുന്നത് മനസ്സായിരിക്കും. നമ്മുടെ മുറിവുകളിൽ കുത്തി നോവിക്കാനായി അവസരം കാത്തിരിക്കുന്നവരുടെ മുന്നിൽ ഒരിക്കലും മനസ്സിൻ്റെ വാതിലുകൾ തുറന്നിടരുത്. നിശബ്ദതയും പുഞ്ചിരിയും രണ്ട് ശക്തമായ ആയുധങ്ങളാണ്. പല പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള വഴിയാണ് പുഞ്ചിരി. കൂടാതെ നിശബ്ദതയാണ് പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ ഉള്ള വഴി. സന്തോഷം നമ്മൾ തന്നെ സമ്പാദിക്കണം. വേദന മറ്റെല്ലാവരും നമുക്ക് സൗജന്യമായി നൽകും. ലക്ഷ്യമില്ലാതെ തൊടുക്കുന്ന അമ്പു പോലെയാണ് ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ. ആയുധം കൊണ്ട് മുറിയുന്നത് ശരീരമാണെങ്കിൽ വാക്കുകൾ കൊണ്ട് കീറി മുറിയുന്നത് മനസ്സായിരിക്കും. നിങ്ങൾ ഒരാളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുമ്പോൾ എല്ലാം ആദ്യം നിങ്ങളെക്കുറിച്ച് അയാളാണ് ചിന്തിച്ചത് എന്നാണ് അർത്ഥം. ഒരു കൂട്ടം ആളുകൾ ഇരിക്കുകയും അതിൽ ആരാണോ നിങ്ങളെ നോക്കി ചിരിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നാണർത്ഥം. പരിശ്രമിക്കാൻ മടിയുള്ളവർക്ക് എല്ലാം അസാധ്യമാണ്, എന്നാൽ പരിശ്രമശാലികൾക്ക് എല്ലാം സാധ്യമാണ്. വിജയം നേടാൻ ശ്രമിക്കുക, അസൂയയെ മാറ്റി നിർത്തുക, അറിവ് സമ്പാദിച്ചു കൊണ്ടിരിക്കുക, സൗഹൃദങ്ങൾ വളർത്തിക്കൊണ്ടുവരിക. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതാണ് നിങ്ങളെ ബന്ധിക്കുന്ന ഏറ്റവും വലിയ ചെങ്ങല. അത് പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ നിങ്ങളെ തടയാൻ ഒരു ശക്തിക്കും ആവില്ല.
ഒരു മനുഷ്യനെ അവൻ്റെ ഉത്തരങ്ങളേക്കാൾ അവൻ്റെ ചോദ്യങ്ങളിലൂടെ വിലയിരുത്തുക. അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെയുണ്ടാകും, മനസ്സിലാക്കിയവർ അപൂർവവും. കാലതാമസം വരുത്തിയ പൂർണ്ണതയേക്കാൾ മികച്ചതാണ് തുടർച്ചയായ മെച്ചപ്പെടുത്തൽ.